കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോത്ത് വ്യാപാരം നടക്കുന്നത് പെരുന്നാളിൻ്റെ ആ ഒരു സീസണിലാണ്. അതുകൊണ്ട് തന്നെ പോത്ത് വളർത്തിയ ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിൽ പോത്തുകളും വിറ്റ് പോയിട്ടുണ്ടാവും. അതിനുശേഷം അടുത്ത കൊല്ലത്തേക്ക് അതായത് പോത്തും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. കാരണം വളർത്തണമല്ലോ, എന്നാലാണ് അടുത്ത സീസണിലേക്ക് അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് പോത്താവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പോത്തും കുഞ്ഞുങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞാനൊരു സ്ഥലം പറഞ്ഞുതരാം. അവിടെ ഉണ്ടല്ല പോത്തും കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ വലിയ പോത്തുകളും പിന്നെ കാള അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും 365 ദിവസം, അതായത് വർഷത്തിൽ 365 ദിവസം ഇവിടെ കിട്ടും. ആ ഒരു സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളെ ഈ പെരുന്നാളിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് അൻവർക്ക നമ്മളോട് പറഞ്ഞിരുന്നു പെരുന്നാളിന് ശേഷം അടിപൊളി നമുക്ക് വളർത്താൻ പറ്റിയ നല്ല അടിപൊളി പോത്തുങ്കിടാക്കൾ വരുമെന്ന് പറഞ്ഞിരുന്നു. നോക്കിയതേ ഈ ഷെഡ് നിറയെ പോത്തുങ്കിടാക്കളാണ്. നമ്മുടെ പുതിയ ലോഡ് വന്നേക്കണേയാണ്. പുതിയ ലോഡ് വന്നേനെയാണ്. അടുത്ത ലോഡ് ഇതേ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ എത്ര എണ്ണം വന്ന്? ഇന്നിപ്പോ 55 എണ്ണം വന്നു. 50 വല്ലതും വിറ്റേനകത്ത് ഇതിപ്പോ 20 എണ്ണം വിറ്റുണ്ട്. 20 എണ്ണം വിറ്റ് കാലത്ത് വന്നിട്ട് ഇപ്പൊ വിറ്റ് ഇനി ബാക്കിയുണ്ട്. 55 ബാക്കി 45 കിടാക്കൾ 35 കിടാക്കൾ ഇനി ഇവിടെ ഉണ്ട്. ഈ കാണുന്നതൊക്കെ ഇനി കൊടുക്കാനുള്ളതാണ് ഇല്ലേക്കാ? 35 എണ്ണം ഉണ്ട്. ഇനി അടുത്ത വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വണ്ടി വന്നുകൊണ്ട് അതിനകത്ത് ഇങ്ങനെ പോത്ത് മാത്രമാണോ ഉള്ളത്? അതെല്ലാം പോത്താണ്. പിന്നെ കാള 5-6 കാളയുണ്ട്. ഇത് അവിടെ അത് വലിയ കാള. അത് ഏത് ടൈപ്പ് കാളയാക്ക? അത് ഓങ്കോള് കാളമാരാണ്. ആന്ധ്ര കാളയാണ് കേട്ടോ. അത് ഇതിപ്പോ എങ്ങനെയാ വില? എങ്ങനെയാ വില എന്ന് വെച്ചാൽ അങ്ങനത്തെ വില ഞാൻ ചോദിക്കുന്നതല്ല. വില എങ്ങനെയാ? കുറവാണ് കൂടുതലാണ് എന്ന് പറയാൻ പറ്റില്ല. ചെലവുകൾ കൂടുതലാണ്. പെരുന്നാൾ കഴിഞ്ഞിട്ട് ഭയങ്കര വഴിയിലൊക്കെ പ്രശ്നം കാരണം കൊണ്ട് ചെലവ്. കഴിഞ്ഞ ചൊവ്വാഴ്ച എന്റെ ലോഡാണ്. ഇന്നിപ്പോ വെള്ളിയാഴ്ചയാണ് ഈ ലോഡ് എത്തിയത്. അതുകൊണ്ട് അതിന്റെ ഇച്ചിരി എക്സ്പെൻസ് കൂടുതലുണ്ട്. ചെലവ് ഇച്ചിരി കൂടുതലാണ്. വഴിച്ചെലവ് കൂടുതലാണ്. എന്തായാലും ചെലവ് കൂടിയാലും കുഴപ്പമില്ല. നല്ല ആരോഗ്യമുള്ള നല്ല ചിമിട്ടൻ നോക്കിയതേ, നല്ല ചിമിട്ടൻ പോത്തിടാക്കൾ നോക്കിയത്. ഇത്ര യാത്ര ചെയ്ത് വന്ന പോത്തിടാക്കൾ. എന്നിട്ട് ഇതിനൊക്കെ വലിയ ക്ഷീണമുണ്ടോ നോക്കിയേ. ആ കുഞ്ഞുങ്ങളുടെ ഒരു ക്വാളിറ്റിയാണ് ഈ കാണുന്നത്. നോക്കിയേ അതിന്റെ ഒരു ക്വാളിറ്റിയാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ എത്ര ദിവസം യാത്ര ചെയ്തിട്ട് വന്നതാ. ആൾക്കാർ നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് പോത്ത് വാങ്ങിക്കാനായിട്ട്. എന്തായി പോത്ത് വാങ്ങിക്കാൻ വന്നതാണാ? പോത്ത് വളർത്തുന്ന ആൾക്കാർക്കറിയാം നല്ല പോത്തുകുഞ്ഞ് ഏതാന്നുള്ളത് അറിയാൻ പറ്റും. ഇപ്പൊ ആദ്യമായിട്ട് വന്നവർക്ക് ഇതെങ്ങനെ ഒരു ക്വാളിറ്റി എങ്ങനെ മനസ്സിലാക്കാൻ അതിനൊരു ടിപ്പ് ഒന്ന് പറഞ്ഞു. ഇതിന്റെ കൊമ്പും തലയും അതിന്റെ നീളം അതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ട് നോക്കുന്നത്. പിന്നെ തോലിന്റെ ഇതൊക്കെയാണ്. തോല് കനം കുറഞ്ഞ നല്ല ഇതുപോലെ ഇതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇത് വളരാനുള്ള ഇതാണ്. പിന്നെ കൊമ്പ് തല നമ്മൾ വിൽക്കുമ്പോൾ നേരത്തെ കൊമ്പാണ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. അതുപോലെ വാല്, വേറെ കേടുപാടുകളൊന്നും ഇല്ലാത്ത കിടാക്കൾ. ഇതൊക്കെ നല്ല നീളം പൊക്കവും ഇപ്പൊ തന്നെ അരക്കിടാവായിട്ടുണ്ട്. കിടാവുകളുണ്ട്. ഇത് ഒരു വർഷം കൂടെ നിന്ന് ഏകദേശം എത്ര ഇത് ഒരു 75 രൂപ ആ റേഞ്ച് നമുക്ക് പെരുന്നാളാകുമ്പോൾ കിട്ടിയിരിക്കും. ഇതിപ്പോ നമുക്ക് ഒരു 30 രൂപ ആ റേഞ്ചിനൊക്കെ നമ്മൾ വിൽക്കാൻ പറ്റും. കൊടുക്കണം. ഇപ്പൊ ആ റേഞ്ചിനൊക്കെ വിൽക്കാം. ഈ 30 എന്ന് പറഞ്ഞ് അതിലും കുറഞ്ഞ കിടാക്കൾ നമ്മുടെ അടുത്തുണ്ട്. 20 രൂപയുള്ള കിടാക്കളുണ്ട്. 40 രൂപയുടെ കിടാക്കളുണ്ടായി. ആ പോക്കറ്റിന്റെ റേഞ്ച് അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സാധനം വാങ്ങിക്കുക. അതുപോലത്തെ ഉള്ള സാധനം നമുക്ക് കിട്ടൂലേ? ഏത് സൈസ് ഇനിയിപ്പോ വന്ന ലോഡിലും 15 രൂപ റേഞ്ച് ഉള്ള കിടാക്കളും ഇനി വന്ന ലോഡിലുണ്ട്. അതിലും വലുതും ഉണ്ട്. നിങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു, അൻവറും അനസും. ഇന്നത്തെ അനസൊക്കെ എവിടെയാണ്? അനസ് ആന്ധ്രയിലാണ്. അവിടെ എന്താ പരിപാടി? അവർ കന്നാലി എടുക്കാൻ വേണ്ടി പോവേണ്ടത്. നമ്മൾ കിടാക്കളെ നോക്കിയ തരകന്മാരായിട്ട് മേടിക്കല്ല. നമ്മൾ നേരിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ട കിടാക്കളാണ്, കേടി തീർന്ന കിടാക്കളൊക്കെയാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പൊ പുള്ളി അവിടെ പോയിട്ട് ഇപ്പൊ 1 മാസമായി അവിടെ കിടക്കാൻ. പെരുന്നാൾ കഴിഞ്ഞ ഇപ്പൊ പോയണയാണ്.
ആള് പെരുന്നാൾ കഴിഞ്ഞ് പിറ്റത്തെ ദിവസം പോയിട്ട് ഇപ്പൊ അവിടെ നിൽക്കാണ് ആള്. അപ്പൊ ആള് പോത്ത് മേടിച്ച് വിടും. വിൽക്കുന്നത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഏജൻസികളുടെ കയ്യിൽ നിന്ന് എടുക്കണതല്ല, അല്ലെങ്കിൽ ബ്രോക്കർമാരുടെ അടുത്ത്. പോയി അങ്ങനെയാണ്. അതുകൊണ്ട് ചന്തകളിലും വാങ്ങും, കുടികളിലും അവിടെ വാങ്ങും. അതായത് നമുക്ക് ഇവിടെ വിൽക്കാൻ പറ്റിയ നല്ല സൈസ് സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുപോകും. കൊടുത്തുവിടാൻ പറഞ്ഞാൽ അതിന് കേടുള്ളതും പാടുള്ളതൊക്കെ ഉണ്ടാവും. ഇത് അങ്ങനെയല്ല. ഇത് നമ്മൾ എല്ലാ കിടാക്കളും കൊമ്പും തലയും നോക്കി സെലക്ട് ചെയ്ത് കിടാക്കൾ വാങ്ങണയാണ് ഇത്. അപ്പൊ ആള് അവിടെ നിൽക്കാണ്. അതാണ് പുള്ളി ഇവിടെ ഇല്ലാത്തത്. ഇല്ല, ഇനി ചൊവ്വാഴ്ചത്തേക്ക് ഒരു ലോഡ് കൊണ്ട് ആള് ശവം എത്തണം. അന്നാ ഇനി ആൾക്കാർക്ക് ഇവിടെ വിളിച്ചിട്ട് വരാം. അടുത്ത ലോഡ് വരാൻ കിടക്കാണ്. ഏത് സമയത്തും ഇനി കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല. നേരെ പെരുമ്പാവൂര് സ്ഥലം മഞ്ഞപ്പെട്ടിയിലേക്ക് നിങ്ങളോട് വന്നാൽ മാത്രം മതി. ലൊക്കേഷൻ അത് തന്നെ ഗൂഗിളിൽ പോയിട്ട് ടീം ബെല്ലാരിന്ന് കൂടെ അടിച്ചു കൊടുത്ത ലൊക്കേഷൻ വരെ നിങ്ങൾക്ക് ഇങ്ങോട്ട് പോരാ. ആളിന് മുന്നേ വലിയ പോത്തുകൾ വന്ന് ഇപ്പൊ ഇനി പെരുന്നാളിന് ശേഷം ഒക്കെ പറഞ്ഞ് ചെറിയ പോത്തുകൾ എന്ന് പറഞ്ഞ് ആ ചെറിയ പോത്തുകൾ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി വരാനുണ്ട്. ഇനി വലിയ പോത്തുകൾ വരുവാ. വലിയ പോത്തുകളുണ്ട്. ആ ലോഡില് ഇവന് ബൾക്കായിട്ടുണ്ടാവില്ലെങ്കിലും ഓരോ ലോഡിൽ 5-6 വെച്ച് വലിയ പോത്തുകൾ ഉണ്ടാവും. ഇനി വലിയ പോത്തുകളും വളർത്തുന്നവരുണ്ടല്ലോ, ക്ഷീണിച്ച പോത്തുകളുണ്ട്. അത് ഇനി ലോഡിൽ അല്ലാതെ ലോഡിൽ 3-4 വെച്ചുണ്ടാവും. വലിയ പോത്തുകൾ ഉണ്ടാവും. ഉണ്ടല്ലേ? പിന്നെ ഇറച്ചി ആവശ്യമായ പോത്തുകളും ഇതിലുണ്ടാവും. എരുമയൊക്കെ ഉണ്ടാവും. വളർത്താനും ഇറച്ചിക്കും ഏത് ആവശ്യത്തിനുള്ള പോത്തുകളും നമ്മുടെ കയ്യിൽ നിലവിൽ ഉണ്ട്. ഒരു എരുമയുണ്ട്. ഈ ലോഡിൽ വന്നതിൽ ഒരു എരുമയുണ്ട്. അത് ചെനയുണ്ടോ സംശയം ഉണ്ട്. അത് പരിശോധിച്ചിട്ട് വേണം. അങ്ങറ്റത്ത് നിൽക്കണ എരുമ. ഒരു എരുമയാണ്. നല്ല എരുമയാണ്. അതെങ്ങനെയാ അതിന്റെ റേഞ്ച് വരുന്നത്? അത് 35 രൂപയാണ് ചോദിക്കുന്നത്. അത് ഈ 1 വയസ്സ് 1.5 വയസ്സിന്റെ ചുവനുണ്ടോ സംശയം. 2 വയസ്സ് ആയുണ്ട്. പല്ല് പറഞ്ഞ എരുമയാണ്. അത് എരുമയാണ് അല്ലേ? ഈ ലോഡിൽ ഉണ്ടായിരുന്നത്. അപ്പൊ കുറെ പേർക്ക് ഈ പറഞ്ഞോട്ട് ഇപ്പൊ എരുമയുടെ കാര്യം പറഞ്ഞു തരുന്നത്. കുറെ പേർക്ക് എരുമേനെ വളർത്താൻ ആവശ്യമുള്ളവരുണ്ട്. അവർക്ക് സാധനം കൊന്നു കൊടുക്കും. ഈ ലോഡുകളിൽ എന്തായാലും എരുമകൾ 1-2 എരുമകളും ഉണ്ടാവും. ഇതിപ്പോ ഈ ലോഡിൽ ഒരു എരുമ മാത്രമേ ഉള്ളൂ. ഒരു എരുമ കിടാവേ ഉള്ളൂ. ബാക്കി പിന്നെ കാളയായിരുന്നു. 9 കാളയായിരുന്നു. അത്യാവശ്യം നമുക്ക് എരുമയുടെ പാലിന് അത്യാവശ്യം കട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ? നല്ല എരുമകളോ എല്ലാം വളർത്തെരുമകളാണ്.